ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി വ്ളോഗായാലോ. ഇപ്പോൾ സമയം 5 മണിയാട്ടോ. നമുക്കൊരു ബ്രൈഡൽ വർക്ക് ഉണ്ട്, അതിന് പോകാൻ വേണ്ടി എണീറ്റതാണ്. അല്ല, ഈ നേരം കാണലൊന്നുമില്ല. പിന്നെ എഴുന്നേറ്റ് പിന്നെ നമ്മളങ്ങനെ താഴോട്ട് പോയി. അപ്പോൾ നിഷു കിടന്നുറങ്ങണേന് ഓളെയൊക്കെ വിളിച്ചുണർത്തി ഞാൻ റൂമിൽ പോയി റിംഗ് ലൈറ്റ് സെറ്റാക്കാം, ബാഗ് എടുത്ത് വെക്കാൻ മറന്നിരുന്നു. അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ബാഗ് ക്ലോസ് ചെയ്യാനൊക്കെ മറന്നിരുന്നു. ഒക്കെ സെറ്റാക്കി വെച്ച് ബാഗും ക്ലോസ് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിയ മൂഡൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു ടച്ചപ്പ് ഇല്ലാതെ എങ്ങനെ നമ്മൾ പോവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൺ അവിടെ വെച്ചിട്ട് നമ്മൾ മിററും കാര്യങ്ങളൊക്കെ വെക്കാൻ മറന്നിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ നമ്മൾ ജസ്റ്റ് വലിയ മൂഡൊന്നുമില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി ഒരു ടോണർ അടിച്ചെടുത്തു. പിന്നെ നമ്മൾ ജസ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമും സ്പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് നമ്മൾ തേക്കൽ. അപ്പോൾ അതും ജസ്റ്റ് തേച്ച് കൊടുത്തു. പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തു. പക്ഷെ ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. രാത്രി കിടക്കുമ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ചില ദിവസങ്ങൾ അതൊന്നും സാധിക്കലില്ല, കാരണം മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഓരോ കൂടെ അറിയാതെ കിടന്നുറങ്ങി പോവുകയാണ്. അപ്പോൾ അതിനൊന്നും സമയം കിട്ടലില്ല. പിന്നെ ഒരു മേബിലിൻ്റെ ഒരു കാജൽ എഴുതി കൊടുത്തു, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു താഴെ. പിന്നെ ഐലിനിയറൊക്കെ എഴുതണം എന്നുണ്ട്, പക്ഷെ ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ പിന്നെ ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ എഴുതിയിരുന്നു. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുത്തു. ഇത് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ലിപ്സ്റ്റിക്കാണ്. സ്മജ് പ്രൂഫൊന്നുമല്ല, സ്മജ് ആവണൊക്കെ ഉണ്ട്. വാട്ടർ പ്രൂഫ് ആണ് വെച്ചാൽ ആണ്, അല്ല വെച്ചാൽ അല്ല, അങ്ങനെ ആവറേജ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട്, റിംഗ് ലൈറ്റ് സെറ്റാക്കിയോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും നോക്കി. പിന്നെ ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്തു. പിന്നെ കാജലൊക്കെ അവിടെ ഓളതുണ്ടായിരുന്നു, നിഷുവിൻ്റെ കൊണ്ടുവന്നുണ്ടായിരുന്നു, അതാണ് അപ്ലൈ ചെയ്തത്. അതൊന്നും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കൂടിയില്ല. പിന്നെ ജസ്റ്റ് ഒക്കെ ഒരുങ്ങി സെറ്റായി. അപ്പോൾ പോവാൻ വേണ്ടി സാധനങ്ങളൊക്കെ നമ്മൾ കാർക്ക് എടുത്ത് വെച്ചു. കുറഞ്ഞ സാധനമുള്ളൂ, ഹെയർ സ്റ്റൈലിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ സാധനമേ ഉള്ളൂ. സാധനങ്ങളൊക്കെ ഡിക്കിക്ക് വെച്ച് ഇനി മൊയലാളി വരാണ്. മൊയലാളി നിസ്കരിച്ചാണ് ഞാൻ ചെന്നപ്പോൾ. നിസ്കാരം കഴിഞ്ഞ് പിന്നെ വന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മക്കളൊന്നും എഴുന്നേച്ചിട്ടില്ല, അപ്പോൾ ഉണർമ്പത്തിന് വേഗം പോവുകയാണ്. ഒന്ന് കഴിഞ്ഞൊക്കെ വെയ്ത്താലെ കൂടും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകളും കണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. നല്ല അടിപൊളി കണ്ടോ. മാങ്ങ നോക്കി നിങ്ങൾ, പഴുത്ത മാങ്ങ, വല്ല LED ബൾബ് തൂക്കിയിട്ട മാതിരിയാണ് നാടൻ മാങ്ങ. അതും നല്ല കോട മൂടിയ അന്തരീക്ഷം, നല്ല അടിപൊളി വൈബായിട്ട് ഞങ്ങൾ പോയി. ഒരാളും കൂടി നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ അവളെ ഫേസ് കാണിച്ചിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാത്തേ. പിന്നെ ചേപ്പൂക്ക് ഇവിടുന്ന് ഏകദേശം അരമണിക്കൂറോളം ഉണ്ട് തോന്നുന്നു. നമുക്ക് തികച്ചുണ്ടോയെന്ന് എനിക്കറിയില്ല. 5:50 പറഞ്ഞിട്ട് 5:45 5:50 ആയ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ എത്തിട്ടോ. അവിടെ എത്തി സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി പിന്നെ ഡയറക്റ്റ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ചെയ്തത്. നമ്മളവിടെ എത്തി സാധനങ്ങളൊക്കെ ഇറക്കി. കാരണം ഹെയർ മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ സാധനം ആവശ്യമുള്ളൂ. ഹെയറിൻ്റെ സാധനങ്ങളാണ് അത്യാവശ്യം അധികം ഉള്ളത്, എല്ലാ പ്രൊഡക്റ്റും. നമ്മൾ വീട്ടിലെത്തി. ബ്രൈഡ് വരുമ്പോഴേക്കും നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. റിംഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചു. കാരണം ഒരാൾ പിടിക്കുക. റിംഗ് ലൈറ്റ് പറഞ്ഞാൽ അത്യാവശ്യം വലിയ റിംഗ് ലൈറ്റാണ്. അപ്പോൾ സെറ്റാക്കാൻ ഒരാൾ പിടിക്കണം. അപ്പോൾ ബ്രൈഡ് വന്നു, ഡ്രസ്സൊക്കെ ഇടാൻ പറഞ്ഞു. ജസ്റ്റ് ഷാളൊക്കെ ഇട്ടെടുത്ത് ഓൾ റിവ്യൂ ഒക്കെ ചോദിച്ചൊക്കെ എങ്ങനത്തെ മേക്കപ്പാണ് വേണ്ടത് ചോദിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞു. ഐ മേക്കപ്പൊക്കെ ഫിനിഷ് ചെയ്തു. നമ്മൾ ഫേസ് പ്രെപ്പൊക്കെ ചെയ്തു, കളർ കറക്റ്റ് ചെയ്തു. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫേസ് മേക്കപ്പും ഫിനിഷ് ചെയ്തു കേട്ടോ. ഫേസ് മേക്കപ്പും ഫിനിഷ്. പിന്നെ ഓക്ക് ഹിജാബ് റോളിംഗ് ആണ് വേണ്ടത്, നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഹിജാബൊക്കെ ചുട്ടി വെച്ച് ഹിജാബൊക്കെ സെറ്റ് ചെയ്ത്
പെട്ടെന്ന് തീർന്നിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഹിജാബൊക്കെ സെറ്റ് ചെയ്തു, അടിപൊളിയായി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഹിജാബ് കഴിഞ്ഞ് പിന്നെ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തു. ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടപ്പോൾ ഓളോട് ചോദിച്ച് പോക്കും തന്നെ ഭയങ്കര ഇഷ്ടമായി എന്നോട് പറഞ്ഞു. നോണെല്ലാം ഫിനിഷ് ചെയ്ത് ഈ സമയമൊക്കെ ആയപ്പോൾ ഇതിന് വാതിലൊക്കെ തുറന്ന ആൾക്കാർ നോക്കി നിൽക്കാൻ തുടങ്ങി. പിന്നെ എന്തോ തലൻ്റെ അവിടെ വെക്കണം എന്തോ ഒരു സാധനം ഇല്ലേ, അതും ഉണ്ട്. അപ്പോൾ അതും സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ മാല ജസ്റ്റ് ഒന്ന് അതും ഓർണമെൻറ്റ്സും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ റിട്ടേൺ വെച്ച് നമ്മൾ കുറച്ച് ചെറിയ രീതിയിലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ജസ്റ്റ് അവിടെ ക്ലിയർ ഇല്ലേന്, കുറഞ്ഞ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പേക്കപ്പ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ച് നമ്മൾ അപ്പുറത്തുള്ളൊരു വീട്ടിൽ പോയി കുറച്ച് ഫോട്ടോസും റിവ്യൂസൊക്കെ എടുത്തിട്ട് നമ്മൾ പോന്നു. പിന്നെ അവിടെ നിന്നും പോന്നു പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് അവിടുന്ന് ഇറങ്ങി നമ്മൾ പിന്നെ പോരുന്ന വഴിക്ക് വിശന്ന് വലഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഹോട്ടലിൽ കഴിച്ചു. എന്താ വെച്ചാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7-8 മണിൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണം. അത് മസ്റ്റാണ്. കാരണം വേറെ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് വയറ് നിറച്ച് കിട്ടും വേണം. അങ്ങനെ ശീലമായി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. എയിലെ പോയാലും നമ്മളൊരു പൊറാട്ടയും ബീഫ് പറയുള്ളൂ. പൊറാട്ട മലയാളികളൊരു വികാരമല്ലേ. അപ്പോൾ നമ്മൾ പൊറാട്ട പറഞ്ഞു അത് കഴിച്ചാലേ വയറ് നിറയുള്ളൂ. അത് ഇനി എപ്പോഴായാലും അല്ലാത്ത ഫുഡിനോടൊന്നും ഇത്ര ആഗ്രഹമില്ല. എല്ലാവരും പൊറോട്ട ചോലൊക്കെ പൊറോട്ടയും ബീഫും പറഞ്ഞു, ഞാൻ പൊറോട്ടയും മീൻകറിയും പറഞ്ഞു. പിന്നെ ഒരു കോഫി പറഞ്ഞു. പക്ഷെ എനിക്ക് കോഫി ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ജ്യൂസ് ഫുഡൊക്കെ കഴിച്ചത് ഫിനിഷ് ചെയ്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അത് നേരെ വീട്ടിലോട്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ.